ഞാൻ ഒരുപാട് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷേ നമ്മൾ വീഡിയോ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കാര്യമൊന്നുമില്ല. മറ്റു കാര്യങ്ങളൊക്കെ നടക്കണം. നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഒന്നും ശക്തിയിൽ പെടുന്ന അതിൻ്റെ മേലെയാണ്. പക്ഷേ നമ്മൾ ചാവേറിനെ പോലെയൊക്കെ ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷേ അതിന് അത്ര ഒന്നും കപ്പാസിറ്റി ഉള്ള ആളല്ല ഞാൻ. ഓക്കെ, എന്നാലും ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ഇന്നത്തെ വിഷയം, പല കമൻറ്റ് ബോക്സിലെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ നമ്മുടെ ഹൈക്കോടതിയിൽ വന്ന ഒരു വിധിയുണ്ട്. നമുക്ക് കുറച്ച് നാൾ നമ്മുടെ ഈ പെർമനൻറ്റ് ഫ്രീസ് തടഞ്ഞ് കോടതി ഒരു വിധി വന്നു. അപ്പോൾ കോടതി അതിൻ്റെ കാര്യങ്ങളിൽ പറഞ്ഞത് 60 ദിവസമാണ് മാക്സിമം. അത് നമ്മൾ ബാധിച്ചതാണ്. 60 ദിവസമാണ് അതിൻ്റെ മാക്സിമം ടൈം. ആ ഒരു ബഡ്സ് ആക്റ്റിലുള്ള ആ ദിവസം ഇടാനൊരു കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചിന്തിക്കണം കേട്ടോ. ചുമ്മാതെ ഒന്നുമല്ല ഈ 60 ദിവസം എന്ന് പറയുന്നത്. 2 വർഷം എടുത്തിട്ടാൽ മതി എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് 60 ദിവസത്തിനുള്ളിൽ ഇത് പ്രൂവ് ചെയ്യണം. അങ്ങനെ പെറ്റീഷൻ ഫയൽ ചെയ്യുമ്പോൾ കോടതി വിധിച്ചാൽ പെർമനൻറ്റ് ഫ്രീസ് ചെയ്യാം എന്നുള്ളതാണ് ബഡ്സ് ആക്റ്റിലുള്ളത്. അപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. 72 ദിവസം ആയപ്പോഴാണ് ഈ ഫ്രീസിങ് നടന്നത്. അപ്പോൾ അത് നമ്മുടെ വക്കീൽ ചോദിച്ചു. അപ്പോൾ അതൊരു ഒബ്വിയസ് ആയിട്ടുള്ള വിസിബിൾ ആയിട്ടുള്ള ഒരു നിയമലംഘനമാണല്ലോ, ഒരു നിയമപാലനം അല്ലല്ലോ. വിസിബിൾ നല്ല പ്രൊജക്റ്റ് ചെയ്യുന്ന വിസിബിൾ ആയിട്ടുള്ള 30 ദിവസം 60 ദിവസമാണ് മാക്സിമം. 60 ദിവസത്തിൻ്റെ മേളിൽ അത് പോയിട്ട് അന്ന് കൊണ്ട് ഫ്രീസ് ചെയ്തിട്ട് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന 60 ദിവസത്തിന് മേലെ പോയി കഴിഞ്ഞാൽ അത് നിയമലംഘനമാണ്. അപ്പോൾ അതാണ് ഇവിടെ കോടതി പറഞ്ഞത്. അപ്പോൾ അത് കോടതിയെക്കുറിച്ച് കൂടുതലൊന്നും പറയരുത്, എന്നാലും അങ്ങനെ പറഞ്ഞു. ഓക്കെ. പക്ഷെ മറ്റൊരു കാര്യം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. ഈ ഹൈറിച്ചിൻ്റെ സംബന്ധിച്ച്, ആദ്യത്തെ ഫ്രീസിങ് സംബന്ധിച്ച് ഇങ്ങനെ ഒരു വത്സൻ കേസ് കൊടുക്കുന്നു. പല സംഭവങ്ങൾ നടന്നല്ലോ. അങ്ങനെ ഒരു വത്സൻ, ഒരു GST ടീം ഒരു സൈഡിൽ നിന്ന് വരുന്നു. വത്സൻ്റെ കേസ്, അതിനെ താങ്ങുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു സിംഗിൾ പ്രവർത്തകൻ, ഒരു പാർട്ടിയുടെ ഒരാളാണ്. പക്ഷേ പറഞ്ഞു വരുമ്പോൾ അയാൾ മാത്രമേ ഉള്ളൂ. അതും ഭയങ്കര വിചിത്രമാണല്ലേ, ഭയങ്കര വിചിത്രമാണ് അതൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ആള്, പിന്നെ ഈ ചില ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള കുറച്ച് ഈ റിട്ടയേർഡ് പോലീസുകാരൻ, റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു വത്സൻ എന്ന ആള്. അപ്പം അങ്ങനെ അപ്പോഴത്തേനും ഇവർക്കപ്പം മണി ചെയിനാണ്, തട്ടിപ്പാണ്, ബഡ്സ് ആക്റ്റിൽ പെടുന്ന കേസാണെന്നുള്ള വിഷയം ഇവർക്ക് മനസ്സിലായിട്ടാണല്ലോ മനസ്സിലാവുന്നത്. അതിനെന്തെങ്കിലും തെളിവോ, പരാതി കൊടുത്തവരോ അല്ലെങ്കിൽ ഇവർ സ്വയം കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു തെളിവ് കാരണമായിരിക്കുമല്ലോ ഇവർ ഫ്രീസ് ചെയ്യുന്നത്. ഓക്കെ, പരാതി കൊടുത്തു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫ്രീസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? പലരും പറയുന്നതാണ്, വെറുതെ പെറ്റീഷൻ കൊടുത്തു എന്നുകൊണ്ട് ഒരു കമ്പനിയും ഒരു സംഗതിയും ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഫ്രീസിങ് നടക്കുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ നിയമം എന്നൊക്കെ പലരും പറയാറുണ്ട്. അപ്പോൾ ശരി, അപ്പോൾ അങ്ങനെയാണല്ലോ, തെളിവുണ്ടല്ലോ, തെളിവ് അടക്കമായിരിക്കുമല്ലോ ഫ്രീസിങ് നടന്നത്. ഓക്കെ, അങ്ങനെ അത് കോടതിയിലെത്തുന്നു. കോടതിയിൽ 2 വിഭാഗത്തിനും ഭാഗം നോക്കും. അപ്പം നമ്മളൊരു വക്കീലിനെ ഏൽപ്പിക്കും, ഹൈറിച്ചിൻ്റെ ആ വക്കീൽ കേസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനും അതിൻ്റെ പേപ്പറുകളെല്ലാം വേണ്ടതെല്ലാം സെറ്റ് ചെയ്യാനും, പിന്നെ കാരണം ഒരു കോടതി വിഷയം വരുമ്പം അതിൽ എല്ലാത്തരം ചോദ്യങ്ങളും വരും. അപ്പോൾ അതിനെല്ലാം കളക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് കുറച്ച് ടൈം ഡിലേ വന്നിട്ടുണ്ടാവാം. അപ്പം പക്ഷേ മറ്റവരുടെ കാര്യത്തിൽ അങ്ങനെ അതിൻ്റെ ഡിലേയുടെ ആവശ്യമൊന്നുമില്ലല്ലേ, ഒരു ഡിലേയുടെ ആവശ്യമില്ല. കാരണം അവർക്ക് അത് തെളിവ് കയ്യിലുണ്ടല്ലോ, തെളിവ് വെച്ചോണ്ടാണല്ലോ ഇരിക്കുന്നത്. അവർക്കതങ്ങ് കോടതി കൊടുത്ത് പരിപാടി അങ്ങ് തീർത്താൽ മതി. ഈ ഹൈറിച്ചിനെ പൂട്ടിക്കാനുള്ള അതങ്ങ് കൊടുത്താൽ മതി. കാരണം അതുകൊണ്ടാണല്ലോ ഫ്രീസ് ചെയ്തത് പറയുന്നതനുസരിച്ച്. അങ്ങനെ തുടങ്ങിയ കേസ്. അപ്പോൾ ഒരു മാക്സിമം ഒരു 10 ദിവസം മതി ഇവർക്ക് ഈ തെളിവങ്ങ് കൊടുക്കാൻ. നമ്മളുടെ ഹൈറിച്ചിൻ്റെ വക്കീലിന് ഈ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത് കാരണം വക്കീലിന് അതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ, ചിലപ്പം പുതിയ ഒരു വിഷയം വരുമ്പോൾ അതിനെക്കുറിച്ച് ഹൈറിച്ചിൻ്റെ മാനേജ്മെൻറ്റിനോട് ചോദിക്കേണ്ട വരാം.
അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ ഹൈറിച്ച് കമ്പനി മേടിച്ചെന്ന് വിചാരിക്കുക. പക്ഷേ മറ്റവർക്ക് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യാം, ഇതിൻ്റെ റിയൽ തെളിവങ്ങ് കൊടുത്തിട്ട് ഇവർക്ക് കിട്ടിയിരിക്കുന്ന തെളിവങ്ങ് കൊടുത്ത് അങ്ങ് പ്രൂവ് ചെയ്യാം. ഫ്രീസ് ചെയ്തത് അങ്ങ് പ്രൂവ് ചെയ്യാം. അങ്ങനെ പ്രൂവ് ചെയ്ത് 10 ദിവസം മതി അവർക്കത് ചെയ്യാൻ. കാരണം അവർ ഓൾറെഡി തെളിവ് കിട്ടിയിട്ടാണല്ലോ ഇത് ചെയ്തത്. അങ്ങനെ 10 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു, വാദമാണ് നടക്കുന്നത്. പ്രൂവ്, അതായത് ഇവരുടെ കയ്യിൽ ഇങ്ങനെ തെളിവ്, ഇങ്ങനെ ചക്ക മുഴുപ്പ് വലിപ്പത്തിൽ, ചക്ക വലിപ്പത്തിലേ തെളിവിരിക്കുക. എന്നിട്ട് വാദം എന്തിനാത്? അവിടെ തന്നെ ഒബ്യൂസായിട്ട് കോടതിക്ക് മനസ്സിലാവണമല്ലോ ഇതാ തെളിവ്, ഇതല്ലേ, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അങ്ങനെ 10ആയി, 20ആയി, 30 ദിവസമാണ് ഒരു മിനിമം പീരീഡ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. 30 ദിവസമായിട്ടും പ്രത്യേകിച്ച് ഇതിങ്ങനെ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ ബഡ്സ് ആക്ടിൽ നിയമമുണ്ട്. 60 ദിവസമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ എന്നിട്ടും ഇവർ ഈ പറഞ്ഞ ഫ്രീസ് ചെയ്ത ഈ സംഭവം അതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. 30 ദിവസമായിട്ടും ഈ ഫ്രീസ് ചെയ്യാൻ ഇവർക്ക് കാരണമായിട്ടുള്ള ഈ തെളിവ്, ആരോപണമല്ല ഞാൻ പറയുന്നത്. ആരോപണം ഇപ്പോൾ എന്നെക്കുറിച്ച് എന്തെല്ലാം പറയാം. ഞാൻ കഞ്ചാവ് 10 എണ്ണം തിരിക്കൊണ്ട് നടക്കുന്ന വീഡിയോ ഇട്ടവന്മാരുണ്ട്. അങ്ങനെ പല ആരോപണങ്ങളും നടത്താം. തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, ഏത് കമ്പനിയെക്കുറിച്ചും, യേശുക്രിസ്തുവിനെ കുറിച്ചും, ആരെക്കുറിച്ച് വേണമെങ്കിലും ആരോപണം പറയാം. പക്ഷെ തെളിവ് കറക്റ്റ് അതങ്ങ് ഫ്രീസ് ചെയ്തത് ആരോപണം കൊണ്ട് ആണെങ്കിലും അവരുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടാതെ ഫ്രീസ് ചെയ്യാൻ പാടില്ലല്ലെന്നല്ലേ എല്ലാവരും പറയുന്നത്. അപ്പോൾ തെളിവ് അവർ കൊടുത്തില്ല കേട്ടോ. 40 ദിവസമായി, 50 ദിവസമായി, 60. അപ്പോൾ ഈ നമ്മളെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു സാധനം എന്തോ കിട്ടാനുണ്ടെന്ന്, എവിടുന്ന് എന്തോ കിട്ടാനുണ്ടെന്ന്. അങ്ങനെ കിട്ടി 60 ദിവസം കഴിഞ്ഞിട്ടും ഒരു മാങ്ങാത്തൊലിയും ഇല്ല. കാരണം ഹൈറിച്ച് ഇവിടെ എന്താ പറയുന്നത്, അഡ്വാൻസ് പേയ്മെൻ്റ് ആണിത്. അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു നിയമവിരുദ്ധമായ കാര്യമൊന്നുമല്ല. ആ അഡ്വാൻസ് പേയ്മെൻറ്റ് ഉപയോഗിച്ച് ഈ ആളുകൾക്ക് സാധനം വാങ്ങി ഇത് റെഡീം ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു മൾട്ടി ലെവൽ സിസ്റ്റമാണ്. മിക്കവാറും ഒരുപാട് MLM കമ്പനികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കമ്പനികളിലെല്ലാം പിന്നെ ഇങ്ങനെ അവരുടെ കമ്പനിയുടെ പാർട്ട്ണർമാരായിട്ടുള്ള ആളുകൾക്ക് റോയൽറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ നടക്കുന്ന ടോട്ടൽ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ കമ്പനി കൊടുക്കുന്ന വരുമാനം, അതാണ് ഈ റെഡീം കൂപ്പൺ എന്ന് പറഞ്ഞ സാധനം. ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ഒരു കൺസ്യൂമർ അഡ്വാൻസ് ആണെങ്കിലും അതൊരു പ്രൊഡക്റ്റാണ്. കാരണം ആ സാധനം വാങ്ങുന്നതിലൂടെ നമ്മൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കതിൻ്റെ ഒരു പ്രൂഫായിട്ട് ഈ റെഡീം കൂപ്പൺ കിട്ടിക്കഴിഞ്ഞു. പിന്നെ അപ്പോൾ അവിടെ പേയ്മെൻറ്റ്, സാധനം വാങ്ങാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ പേയ്മെൻറ്റ് കൊടുക്കുക, നമ്മളൊരു സാധനം വാങ്ങാൻ പൈസ കൊടുക്കുന്നത് നമ്മൾ ആ സ്ഥാപനത്തിൽ നിക്ഷേപിക്കുന്നതല്ല, ആ സാധനമാണ് നമുക്ക് തിരിച്ചു കിട്ടേണ്ടത്. അപ്പോൾ പല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളിലും നമ്മൾ പൈസ കൊടുക്കുമ്പോൾ അപ്പോൾ തന്നെ സാധനം കിട്ടുന്നു. ഇവിടെ ഈ സാധനം ഞാൻ അതിന് മുമ്പേ പറഞ്ഞു എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു, എന്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ, നമ്മുടെ സാധാരണക്കാരുടെ സമ്പദ്ഘടനയ്ക്കനുസരിച്ച് സക്സസ്ഫുള്ളായി പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് ആവണമെങ്കിൽ ഇങ്ങനെ സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങളായിരിക്കണം, വലിയ വിലക്കുറവുണ്ടാവണം, പിന്നെ ക്വാളിറ്റി ഉണ്ടാവണം. ഈ പറഞ്ഞ പോലെ തലയിൽ കെട്ടിയേൽപ്പിക്കുന്ന പരിപാടിയൊന്നും ചെയ്യുന്നത് അതൊന്നും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയാണ് ഹൈറിച്ചിൻ്റെ ബിസിനസ് പ്ലാൻ. അങ്ങനെ ഈ ബിസിനസ് പ്ലാൻ എല്ലാം ഹൈറിച്ച് ഇവിടെ കോടതിയിൽ അവതരിപ്പിക്കുന്നു. ഇവർ ഇതൊക്കെ പറയുന്നതൊന്നും അതൊന്നുമല്ല, അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് കോടതി ചോദിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ കോടതി പോയവർ പറയുന്നത്. കോടതി തന്നെ ചോദിക്കുന്നുണ്ട് അതിനുള്ള തെളിവ് എവിടെ. ഇതൊന്നും അല്ലാതെ ഇത് നടത്തി ഈ തെറ്റ് ചെയ്തു എന്നുള്ളതിനുള്ള ഈ പറഞ്ഞതൊന്നും അല്ലാതെ, ഈ വക്കീൽ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും അല്ലാതെ വേറെന്താ നിങ്ങളുടെ കയ്യിലുള്ളേ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് ഈ 60 ദിവസമായിട്ടും ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ മുമ്പേ കൂട്ടി എല്ലാവരും കൂടി പെട്ടിയും കടക്കെടുത്ത് വേഗം പോയി ഫ്രീസ് ചെയ്ത സംഭവത്തിൽ ഫ്രീസ് ചെയ്തത് എന്തോ കണ്ടിട്ടാണല്ലോ ഫ്രീസ് ചെയ്തത്. ആ സാധനം ഇതുവരെ കോടതിയിൽ എത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ 60 ദിവസം കഴിഞ്ഞു. പിന്നെ 72ാമത്തെ ദിവസം കൊണ്ടാണ് അപ്പോൾ കോടതി മറ്റൊരു ദിവസത്തേക്ക് പിന്നെയും മാറ്റി. അപ്പോൾ കോടതി ഇനി വിധിക്ക് വേണ്ടി ദിവസത്തേക്ക് മാറ്റി, മറ്റൊരു ദിവസത്തേക്ക്. കാരണം അപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു കേസിൻ്റെ നടപടികളിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. കൃത്യമായിട്ടും ഹൈറിച്ചിൻ്റെ ഭാഗത്താണ് അതിൻ്റെ പോയിന്റുകളും ന്യായങ്ങളും ഇരിക്കുന്നത്. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ആരും പറ്റിക്കപ്പെട്ടിട്ടില്ല, അതൊന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ പറ്റിച്ചെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആരെങ്കിലും പോയി വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ബാങ്ക് അക്കൗണ്ട് ത്രൂ
പറ്റിക്കപ്പെട്ടു, എൻ്റെ എനിക്ക് പൈസയൊന്നും കിട്ടിയില്ല, ഞാൻ ഹൈറിച്ചിലേക്ക് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് വഴി കൊടുത്ത പൈസയ്ക്ക് എനിക്കൊന്നും കിട്ടിയില്ല, ഇത് ഫ്രീസിങ്ങിന് ശേഷമല്ല, ഫ്രീസിങ്ങിന് മുമ്പ് ഒന്നും കിട്ടിയില്ല, അങ്ങനെയൊന്നും കാണിക്കും. ചിലപ്പോൾ 1-2 പേരൊക്കെ അങ്ങനെ ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിൽ 1-2 പേർക്ക് എന്തെങ്കിലും ടെക്നിക്കൽ എററിൻ്റെ ഭാഗത്തുണ്ടാകുന്നതല്ല, അത് വേറൊന്നുമില്ല. അപ്പം അങ്ങനെയൊക്കെ അപ്പം നമ്മൾ എന്താണ് പോസിറ്റീവാണ്. ഹൈറിച്ചിന് വിധിയുടെ കാര്യം വരുമ്പോൾ പോസിറ്റീവ് തന്നെ ആയിരിക്കാനുള്ള സാധ്യത അവിടെ ഉള്ളൂ. കാരണം പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രത്യേകിച്ച് ഒരു മണ്ണാങ്കട്ടയും കൊടുത്തിട്ടില്ല. അങ്ങനെ വിധിക്ക് വേണ്ടി നമ്മൾ പല ആളുകളും ഹൈറിച്ചിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ എല്ലാവരും പോസിറ്റീവ് മൈൻഡോട് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. കാരണം തട്ടിപ്പൊന്നും നടത്തിയെന്ന് തെളിയിക്കാനും പറ്റിയിട്ടില്ല, നടത്താത്ത കാര്യം തെളിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെല്ലുന്നു, ഇരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവാണ്. അങ്ങനെ രാവിലെ അപ്പം വിധി വരാൻ പിന്നെ ഇനി വിധിയുടെ ആവശ്യമുള്ളൂ, വിധി പറഞ്ഞാൽ മതി, അത് നമുക്ക് അനുകൂലമായിരിക്കുമല്ലോ എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. അങ്ങനെ രാവിലെ ആവുന്നു, രാവിലെ ചെല്ലുന്നു, ഇരിക്കുന്നു. 10 മണി 11 മണിയായി, വിധി വന്നില്ല. 12 മണിയായി, വിധി വരുന്നില്ല. 1 മണിയായി, ഇല്ല. 2 മണി 3 മണി 4 മണി, ആ ഒരു ചടങ്ങും കൂടെ ഉള്ളൂ. പക്ഷെ വരുന്നില്ല അങ്ങോട്ട്, ജഡ്ജിനെ കാണുന്നില്ലെന്ന്, ജഡ്ജി വരുന്നില്ല. അങ്ങനെ വൈകുന്നേരം 5 മണിക്കും കണ്ടാവുന്നു തോന്നുന്നു, എന്തോ ഒരു കുറിപ്പിൽ വിധി തയ്യാറാക്കിയിട്ട് വേറൊരു ഉദ്യോഗസ്ഥൻ ഹൈറിച്ചിന്റെ വക്കീലിനെ ഏൽപ്പിച്ചെന്ന്, അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഞാൻ കോടതി ലക്ഷ്യം പറയുന്നല്ല കേട്ടോ, സംഭവിച്ച കാര്യം പറഞ്ഞാണേ, പുതിയതായിട്ടൊന്നും ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടില്ല. ഈ സംഭവിച്ചതായിട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ഇതിലൊന്നും പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടൊന്നുമില്ല. ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. കൃത്യമായി ഇങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല. ഏകദേശം ഇങ്ങനെയൊക്കെയാണ്, ഏകദേശമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? വിധി നമുക്ക് എതിരും. മാത്രമല്ല, അതായത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരോപിച്ച കാര്യങ്ങളെല്ലാം വിധിയിലുണ്ട്. നമ്മൾ പറഞ്ഞ വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അത് പറയാൻ പറ്റിയല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വിധി വന്നു, വിധി കണ്ടു, അപ്പം വിധി മനസ്സിലായി. പക്ഷേ വിധിയിൽ എനിക്കൊരു കാര്യം മനസ്സിലായില്ല. അതെനിക്ക് എൻ്റെ ഒരു ഡൗട്ടാണ്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരനായ എൻ്റെ ഒരു ഡൗട്ട് ഇതാണ്. അതിൻ്റെ ഒരു ഞാനും ഈ ഹൈറിച്ചിൽ ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിയ ആളാണ്, അപ്പോൾ കൊടുത്ത ആളാണ്. അതിനെനിക്ക് റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനടക്കം ഒരു 5,000-6,000 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഈ ഹൈറിച്ചിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്, അത് റെഡീം ചെയ്തെടുക്കാൻ ഈ ഷോപ്പുകളിൽ പോയാൽ പറ്റും എന്നുള്ളത് അത്രമേ അവിടെ പറയാനുള്ളൂ. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങൾ വേണമെങ്കിൽ പറയാമായിരുന്നു, പക്ഷേ അത്രമേ അതിൽ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എഴുതി അതിന് ഒപ്പുവിട്ട് എൻ്റെ ആധാർ കാർഡും എൻ്റെ ഫോൺ നമ്പറും അഡ്രസ്സും അടക്കം, ഞാൻ മാത്രമല്ല ഇങ്ങനത്തെ ഈ 5,000-ലധികം, അപ്പോൾ ഈ ആധാർ കാർഡ് ഇതെല്ലാം ഉണ്ട്, ആ വ്യക്തിയെ കൃത്യമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ, തട്ടിപ്പ് ഇല്ലാത്ത ആളൊന്നുമല്ല. അപ്പം അങ്ങനെ തന്നെ ഒരു 5,000-ലധികം ആളുകൾ ആ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് ഇങ്ങനെ എല്ലാവരും ഒപ്പിട്ട ഒരു ഭീമമായിട്ടുള്ള ഒരു അതിൻ്റെ നമ്മുടെ ഒരു അത് ഹൈറിച്ച് എന്ന കമ്പനിയിലെ പണം മുടക്കിയിട്ടുള്ള ആളുകളുടെ പ്രതിനിധികളായിട്ട്, അല്ലെങ്കിൽ മിക്കവാറും അതിൽ പെട്ട ആളുകൾ എന്നുള്ള നിലയിൽ ആരോട് ചോദിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. ഈ സംഭവം ഒപ്പിട്ട് കൊടുത്തു. അപ്പം ഇതാ വ്യക്തികളെ ഇതിൽ പൈസ കൊടുത്തിട്ടുള്ള ആളെ സംരക്ഷിക്കാനാണല്ലോ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സംഗതി. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റിനോട് ഈ പൈസ കൊടുത്തിട്ടുള്ള ആളുകൾ ഈ കോടതിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിങ്ങനെയാണ്, അഡ്വാൻസ് പേയ്മെന്റ് ആണ്, ഞങ്ങൾക്കിത് റിഡീം ചെയ്യാൻ പറ്റും, ഞങ്ങൾ നിക്ഷേപം ഒന്നും നടത്തിയിട്ടില്ലെന്ന് അങ്ങനെ എന്തൊക്കെയാണ് അതിൽ എഴുതിയത്. അത് ഞങ്ങളെല്ലാവരും സാക്ഷ്യപ്പെടുത്തി. ആ സംഗതി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിലെ കാര്യം. മറ്റ് വാദങ്ങളൊക്കെ പോട്ടെ, അതെല്ലാം നമ്മുടെ വക്കീൽ പറഞ്ഞ വാദങ്ങളൊന്നും ഓക്കെ, അതൊക്കെ അതും അങ്ങനെ തന്നെ. എനിക്കൊന്നും തുറന്നു പറഞ്ഞുകൂടാ, കാരണം അത്രയും സ്വാതന്ത്ര്യം എനിക്കുള്ളൂ. ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയിൽ അത്രേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭയം എനിക്കുണ്ട്. എന്താ ചെയ്യുക അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ ഈ ഒപ്പിട്ട് കൊടുത്ത ഈ സാധനം, ഇതിനെക്കുറിച്ച് ഈ വിധിയിൽ എവിടെയും പരാമർശിച്ചു പോലും കണ്ടില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഈ ഒരു വിഷയത്തിൽ ഈ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഈ സംഗതി. അപ്പോൾ ഈ ജനം പറഞ്ഞ
ഞാൻ സാക്ഷ്യപ്പെടുത്തിയ ആ സാധനം മാത്രം വിധിയിൽ എന്തുകൊണ്ടില്ലെന്നുള്ളത് എനിക്കിപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. ഞാൻ ഉദ്ദേശിക്കുന്നതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ഈ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ ധൈര്യം. ഇതിവർക്കും അറിയാം. പക്ഷെ പിന്നെ പല ഉദ്യോഗസ്ഥന്മാരും, പുള്ളിയുടെ പേരൊന്നും ഞാൻ പറഞ്ഞുകൂടാ, ആ മഞ്ഞത്തലേൻ്റെയൊക്കെ വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെയാണ് സംഭവം. അത് നമ്മളൊക്കെ ഇങ്ങനെ പാവം ജനങ്ങൾ, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പ്രതിമകളാണെന്നേ. ഈ ഇവരുടെയൊക്കെ നമ്മൾ സാധനം വാങ്ങുമ്പോൾ നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ വേർക്കുന്നു, അധ്വാനിക്കുന്നു, നമ്മൾ പണിയെടുക്കുന്നു, നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു, നമ്മൾ വാഹനങ്ങൾ വാങ്ങുന്നു, എല്ലാം നമ്മൾ പണിയെടുത്ത് അതിൻ്റെ ടാക്സ് നമ്മൾ അടയ്ക്കുന്നു. ആ ടാക്സ് കൊണ്ട് അവരൊക്കെ മേടിച്ച് പുട്ടടിക്കുന്നു. അങ്ങനെ പോകുന്ന ആളുകളെല്ലാം നമ്മളെ അടിമകളായി കാണുന്നു. അതാണ് ഇവിടുത്തെ യഥാർത്ഥ സിറ്റുവേഷൻ ആയിട്ടാണ് എൻ്റെ തോന്നൽ. ഓക്കെ, അത് ഞാനെന്ന പൗരൻ, എനിക്ക് എൻ്റെ എൻ്റെ ഒരു പൗരൻ്റെ വിഷമം പറയാനുള്ള അവകാശം വെച്ച് പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ വിശദീകരിക്കേണ്ട, ഇത്രയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ വിശദീകരിക്കേണ്ട വരുന്നത് ഈ നിയമവ്യവസ്ഥയെ പേടിച്ചിട്ടാണ്. ഓക്കെ, ഗുഡ് ബൈ.